ട്രയൽ എന്ന് പറഞ്ഞ വിവാഹ പിറ്റേന്ന് മുഴുവൻ ജോലികളും ചെയ്യിപ്പിച്ചു. നിതീഷിന്റെ അച്ഛൻ തന്നോട് മോശമായി പെരുമാറി. ആരോപണവുമായി വിഭജികയുടെ മാതാവ് ശൈലജ. ഷാർജയിൽ 1.5 വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തി മലയാളി യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം. ജീവനൊടുക്കിയ വിഭജികയുടെ ഭർത്താവ് നിതീഷിനെയും അച്ഛനെയും സഹോദരിയെയും നാട്ടിലെത്തിച്ച് ശിക്ഷിക്കണമെന്നും കേസെടുത്തതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടാനാകില്ലെന്നും യുവതിയുടെ അമ്മ പറഞ്ഞു. മകൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്തൃവീട്ടുകാർക്കെതിരെ വിഭജികയുടെ മാതാവ് ശൈലജ രംഗത്തെത്തി. വിഭജികയുടെ ഭർത്തൃപിതാവ് തന്നോട് മോശമായി പെരുമാറിയെന്നാണ് ആരോപണം. ഇതിന് തെളിവുകളുണ്ടെന്നും അവർ ആരോപിച്ചു. എന്റെ മകളോട് മാത്രമല്ല എന്നോടും അയാൾ മോശമായി പെരുമാറി. പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. ഓഡിയോ താൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭർത്താവ് നിതീഷിന്റെയും പെങ്ങളുടെയും അച്ഛന്റെയും ക്രൂരതകൾ സഹിക്കാൻ പറ്റാതായതോടെയാണ് മകൾ വിഭജിക കുഞ്ഞിനെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയതെന്ന് അമ്മ ശൈലജ പറയുന്നു. ഭർത്തൃ വീട്ടിൽ നിന്ന് ഇത്രയേറെ ക്രൂരതകൾ നേരിടേണ്ടി വന്നിട്ടും എന്തുകൊണ്ടാണ് എല്ലാം ക്ഷമിച്ചതെന്നും ശൈലജ വെളിപ്പെടുത്തി. വിഭജികയുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതാണ്. ആ അവസ്ഥ അവൾക്കും കുഞ്ഞിനും വരരുതെന്ന് കരുതിയാണ് എല്ലാം സഹിച്ചത്. അവളെ സ്നേഹിച്ചതുപോലെ നിതീഷിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവരെല്ലാം കൂടി എന്റെ കുഞ്ഞിനെ കൊന്നു. നിതീഷ് മുടിമോച്ചപ്പോഴാണ് അവളോട് മൊട്ടയടിക്കാൻ അയാളുടെ പെങ്ങൾ ആവശ്യപ്പെട്ടത്. മൊട്ടയടിച്ച് കണ്ണു നിറഞ്ഞ ഫോട്ടോ ചില ബന്ധുക്കൾക്കൊക്കെ അവൾ അയച്ചു കൊടുത്തിരുന്നു. അവന്റെ അവീത ബന്ധം പോലും അവൾ കണ്ടില്ലെന്ന് നടിച്ചത് തന്റെ കുഞ്ഞിന് ഒരച്ഛൻ വേണമെന്ന ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്നും അവർ പറയുന്നു. തന്റെ മകൾക്ക് 115 പവൻ സ്വർണവും 35 ലക്ഷം രൂപയുടെ കാറും സ്വത്തും നൽകിയെന്നാണ് വിവാഹ സമയത്ത് നിതീഷിന്റെ കുടുംബം തങ്ങളോട് പറഞ്ഞത്. അതിന്റെ പൊരുൾ മനസ്സിലാവുമല്ലോ. തുടർന്ന് 50 പവൻ സ്വർണം മകൾക്കും 2 പവൻ ഭർത്താവിന്റെ സഹോദരിക്കും ഞങ്ങൾ നൽകിയിരുന്നു. വിവാഹം കഴിഞ്ഞ് 2 വർഷം വരെ പ്രശ്നങ്ങളില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് മകൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. കുഞ്ഞിന്റെ ചോറൂണിന് പോലും നിതീഷ് നാട്ടിലേക്ക് വന്നിരുന്നില്ല. അവധിയെടുത്ത സഹോദരിയുടെ വീട്ടിലുണ്ടായിരുന്നു. സഹോദരിയും നിതീഷിന്റെ അച്ഛനുമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. വിവാഹ പിറ്റേന്ന് വീട്ടിലെ മുഴുവൻ ജോലികളും സഹോദരി ചെയ്യിപ്പിച്ചു. ട്രയൽ എന്നാണ് പറഞ്ഞത്. മകളോട് സഹോദരിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. മകൾക്കൊപ്പം സമയം ചിലവഴിക്കാൻ നിതീഷിനെ സമ്മതിക്കില്ലായിരുന്നുവെന്നും വിഭജികയുടെ അമ്മ വെളിപ്പെടുത്തി. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയായിരുന്നു കൊല്ലം കൊറ്റങ്കര കേരളപുരം സ്വദേശിനി രജിതാ ഭവനിൽ വിഭജിക, മകൾ വൈഭവി എന്നിവരെ അൽനഹദയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് UAE എംബസി, മുഖ്യമന്ത്രി, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ദുബായിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഫയലിംഗ് ക്ലർക്കാണ് വിഭജിക. ദുബൈയിൽ തന്നെ ജോലി ചെയ്യുകയാണ് ഭർത്താവ്. കോട്ടയം നാൽക്കവല സ്വദേശി നിതീഷ്. ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നുവെന്നാണ് വിവരം. 7 വർഷമായി വിഭജിക ദുബൈയിലാണ് ജോലി ചെയ്യുന്നത്. 4 വർഷം മുമ്പായിരുന്നു വിവാഹം.